സോ ഗൈസ് നമ്മൾ കുറേ നേരം റൈഡ് ചെയ്തു. ആക്ച്വലി എൻ്റെ ആ ഒരു എന്താ പറയാ, ഇത് ഓഫായി പോയി, ബാറ്ററി ഓഫായി പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമ്മളിൽ ഓൾറെഡി എക്സ്ട്രാ 2 ബാറ്ററി ഉണ്ട്, അതിന്റെയും പവർ ഓഫ് ആണ്, അതും കട്ടായി. ചാർജ് ചേർന്നിരിക്കണം, അതും ചാർജ് ആയിട്ടില്ല. പിന്നെ ഞാൻ ഇത് കുത്തിയിട്ട് പവർ ബാങ്കിന്റെ ഇത് വെച്ച് കണക്ഷൻ കൊടുത്ത് അപ്പോ അത് ചാർജായി. ഞാൻ ഇപ്പോഴത്തെ പിന്നെയും അതിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആക്ച്വലി 5:15 ഇറങ്ങിയതാണ് ഇവിടെ നെക്സസ് മാളിന്ന്, മംഗലാപുരത്തുനിന്ന്. 5:15 ആ ടൈമിന് ഇറങ്ങിയാണ്. നമ്മളിപ്പോ ഏകദേശം നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ 8:44 സ്റ്റിൽ വെരി ലോങ് കിലോമീറ്റേഴ്സ് ടു ഗോ. നമ്മൾ ഇനിയും ഒരു 278 കിലോമീറ്ററും കൂടി പോകണം ഗോവ എത്താനായിട്ട്. അതായത് 5.5 മണിക്കൂറും കൂടി നമുക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട്. ഞാൻ 1-2 സ്ഥലത്തും കൂടി നിർത്തി കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നിന്ന്, പിന്നെ അങ്ങനെ കുറച്ച് നിന്ന് ഒക്കെ ഇതായിട്ട് കംഫർട്ടായിട്ട് ഓടിക്കുന്നു. ഈ ഒരു സ്ട്രെച്ചില്, ഈ ഒരു ഗോവ ഈ ഒരു മംഗലാപുരം ഗോവ റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കാമും അതേപോലെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു റൈഡിങ് തരുന്നൊരു റോഡ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ട്രെച്ച് ഓഫ് റോഡാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വളരെ പീസ്ഫുൾ ആണ്. അതായത് ഭയങ്കര സ്പീഡിൽ റാഷ് ഡ്രൈവിംഗ് ആയിട്ട് ആരുമില്ല. ബൈക്കാണെങ്കിലും മാത്രമല്ല 3 ലൈൻ ആണ് പല സ്ഥലത്തും. ഇപ്പൊ ഇതൊക്കെ 3 ലൈൻ റോഡ്സ് ആണ് പലയിടത്തും. അപ്പൊ നമുക്ക് ആ ഒരു ട്രാക്ക്, ഈ ഒരു കോർണർ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലോ ലെവലിൽ പോവാം. പിന്നെ ഏറ്റവും അറ്റത്തെ ട്രാക്ക് അങ്ങോട്ട് ആ സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റൂടി സ്പീഡിൽ പോവാം. കൂടുതൽ കാർസൊക്കെ സ്പീഡ് ട്രാക്കിൽ കൂടെ ആയിരിക്കും പോണത്. മാത്രമല്ല ഇപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാൽ, അല്ലെങ്കിൽ എത്ര കാമും പീസ്ഫുൾ ആയിട്ടുള്ള റോഡ് റൈഡിങ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് കണ്ടീഷൻ ആണെങ്കിൽ പോലും 2-3 കാബാലികൾ ഉണ്ടാവൂലേ, കത്തിച്ച് പറപ്പിച്ച് തന്നെ കാറുകളൊക്കെ ഓണടിച്ച് പറപ്പിച്ച് തന്നെ. പക്ഷെ എന്നാലും അതല്ലാണ്ട് ബാക്കിയെല്ലാം വളരെ പീസ്ഫുൾ ആണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇവിടെ അത്ര സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാം. നല്ലൊരു റോഡ് കംഫോർട്ടാണ്. വണ്ടിയൊക്കെ അത്യാവശ്യം കൊണ്ടാവും. ഒരു 50-55-60 റേഞ്ചിലാണ് എല്ലാ വണ്ടികളും പോകുന്നത്. അപ്പോൾ മാത്രമല്ല ഹെവി വണ്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ്, ഈ ഒരു സൈഡ് പിടിച്ചാണ് പോകുന്നതും. അപ്പൊ നമുക്കൊരു ടെൻഷനില്ല. ഇപ്പൊ മെയിനായിട്ട് നമുക്കിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പേടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വലിയ വണ്ടി ബാക്കിൽ വന്ന് ഹോൺ അടിക്കുമ്പോഴേ നമുക്കൊരു വെപ്രാളം വരും. അപ്പൊ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ടെൻഷനില്ല. മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കണ്ടീഷനാണ് മൊത്തത്തില്. മാത്രമല്ല നമുക്ക് രാത്രി, എനിക്ക് സത്യം പറയാൻ രാത്രി വണ്ടി ഓടിക്കുന്ന ഏറ്റവും ഇഷ്ടം. അത്യാവശ്യം നല്ല കാറ്റും തണുപ്പത്തും ഒക്കെ പാട്ടൊക്കെ പാടി പതുക്കെ പോവാ. പതുക്കെ എന്നല്ല, ഒരു ആവറേജ് സ്പീഡ് പിടിച്ച് പോവാ. പിന്നെ മിക്ക റോഡുകളിൽ ഈ ഒരു സംഭവം ഉണ്ട്, കണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് വേണ്ടതാണ്, കാരണം അല്ലാണ്ട് നമ്മൾ വണ്ടി സ്ലോ ആക്കത്തില്ല. പക്ഷെ അതേപോലെ തന്നെ വേണ്ടതാണ്. അതേപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ പണി നടക്കുന്നുണ്ട്, ഇതേപോലെ കുറെ ഡീവിയേഷൻസ് വരും. അപ്പൊ നമ്മളൊരു പരിധി കൂടുതലൊക്കെ സ്പീഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം പല സ്ഥലത്തും ഇപ്പൊ ഇതുണ്ട്, ഇവിടെ ഈ റോഡ് ഉണ്ട്, അപ്പുറത്തെ റോഡ് ഉണ്ട്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. പിന്നെ ഡീവിയേഷൻസ് കുറെ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പെട്ടെന്നൊക്കെ ഓടിക്കുമ്പോ, സ്പീഡിൽ ഇങ്ങനെ നമ്മൾ ഓടിക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഇങ്ങനൊരു എന്താ പറയുന്ന ആ മറ്റേ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുറെ ഇത് വെച്ച ഡബ്ബുകൾ ഇങ്ങനെ വെച്ചേക്കണം. പെട്ടെന്ന് ഒരു ഡീവിയേഷൻ ആയിരിക്കും. അപ്പൊ മാക്സിമം ഒരു ആവറേജ് സ്പീഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഞാൻ പറയാം, നല്ല കാറ്റ്, നല്ല തണുപ്പും, നല്ലൊരു സ്ട്രെച്ച് റോഡാണ്. ലൈറ്റ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അത് ഇപ്പോഴാണ് കേട്ടോ. കുറച്ച് മുമ്പ് വരെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. കുറച്ചായിട്ട് ഇപ്പൊ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും റോഡിൽ വലിയ കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഓടിച്ചു പോവാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നിർത്താം, ഞാൻ ഇപ്പൊ ഒന്ന് നിർത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി കംപ്ലൈന്റ്, ബാറ്ററി കുറവായിരുന്നു ക്യാമറയുടെ. അപ്പൊ ഞാൻ ബാറ്ററി അപ്പൊ ജസ്റ്റ് നമ്മളെ പവർ ബാങ്കിൽ കുത്തിയിട്ട് അപ്പോഴത്തേക്കും ബാറ്ററി റെഡിയായി. നമ്മൾ ഇവിടെ നിന്ന് നിർത്തി ഒരു 5 മിനിറ്റ് നിന്ന് ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ക്യാമറയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ റൈഡ് ചെയ്യാനാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് എവിടെയെങ്കിലും നിർത്തണം, ഫുഡ് കഴിക്കണം. നമുക്കിപ്പോ ഏകദേശം 8:48 9 മണിയായി. എന്തായാലും ഗോവ എത്തുമ്പോ ഒരു 2 മണി 1-2 മണിയാവും ഉറപ്പാണത്. കാരണം നമ്മൾ വിചാരിച്ചേക്കാളും, അതായത് നമ്മൾ ഗൂഗിൾ മാപ്പ് ആണല്ലോ നമ്മൾ എന്താ പറയുക ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ടൈമാണ്. അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ടേക്ക് ഡീവിയേഷൻ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്.
അപ്പൊ അത് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഗൂഗിൾ ടൈമാണ്, നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ടൈമാണ്, പക്ഷെ അതൊക്കെ എക്സീഡ് ചെയ്ത് പോയി. കാരണം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് നിർത്തി, വെറുതെ ചായ കുടിക്കാൻ വെറുതെ നിർത്തി, ഒന്ന് യൂറിൻ പാസ് ചെയ്ത്, പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് നല്ല രീതിക്ക് എനിക്ക് ബാക്ക് പെയിൻ ഒന്നുമില്ല, വളരെ കംഫർട്ടാണ്. പക്ഷെ എന്താ പറയാ, നല്ല ചന്തി പെയിൻ ഉണ്ട്, അതാ പറയണ്ട. വേറെ ബാക്കി കംഫോർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം കൂടി നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള റോഡ് വന്നു കണ്ടില്ല. വളരെ നോർമൽ രീതിക്ക് നമുക്ക് വണ്ടി ഓടിക്കാൻ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ കാമാണ്. ബാക്കിൽ നിന്നാണെങ്കിലും വണ്ടികൾ വരുമ്പോൾ അത്ര സ്പീഡും ഇതൊന്നുമില്ല. മറ്റേ ലോറി ഇതൊക്കെ ഒരു കോർണറിൽ പിടിച്ച് അവരുടെ ഇതിലേക്ക് പോയിക്കോളും. നമ്മൾ പോയിട്ട് അവിടെ അലമ്പുണ്ടാക്കാണ്ടിരുന്നാൽ മതി. വളരെ കംഫോർട്ടായിട്ട്. ഇപ്പോ പൻവേൽ എന്ന് പറഞ്ഞ പൻവേൽ 278 കിലോമീറ്റർ. പൻവേൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മുംബൈ മഹാരാഷ്ട്ര ആ സ്ഥലമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത്രയും കിലോമീറ്റേഴ്സ് ആണ്. നല്ല കംഫോർട്ടായിട്ട് നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല രസമുണ്ട് റൈഡ് ചെയ്യാൻ. അപ്പൊ കാറ്റ് ഒരു പരിധിക്കുള്ളിൽ വരുമ്പോൾ നമുക്ക് അത്ര സ്പീഡ് എടുക്കാൻ തോന്നുന്നില്ല. ഞാൻ കടകള് കുറച്ചിങ്ങനെ നോക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, കരവേലി ഡോൺ ബിരിയാണി വേണ്ട. ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ച്, ആക്ച്വലി ഉച്ചക്ക് നമ്മള് ബിരിയാണി കഴിച്ചല്ലോ. അപ്പൊ ഇവിടെ കഴിച്ച് പടത്തിന് പോയി, പടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂവിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോണ്ടി വന്നു. നന്നായിട്ട് പോയി, അവിടെ ഒന്ന് നന്നായിട്ട് ഫ്രഷായി, പിന്നെ ഇറങ്ങി. പിന്നെ ഇപ്പൊ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോകണം. പിന്നെ കാര്യമായിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ആണെങ്കിൽ ഈ ഭാഗത്തൊന്നും ഒറ്റ കടയും അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും കഴിക്കണം. നല്ല അടിപൊളി റൂട്ട്സാണ്, യാതൊരു ഇഷ്യൂ. നല്ല കംഫർട്ടായിട്ട് നല്ല സുഖത്തിന് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നല്ല അടിപൊളി റോഡ്സാണ്. പിന്നെ ഇതാണ് നമുക്ക് 3 ട്രാക്കാണ്. അത് തന്നെ വളരെയധികം എന്താ പറയുക, അത്രയും ട്രാഫിക്കും കുറവാണ്. നൈറ്റ് ട്രാവൽ ആക്ച്വലി ബെറ്ററാണ് എനിക്ക് തോന്നുന്നത്. രാവിലത്തെക്കാളൊക്കെ ബെറ്ററാണ്. ചൂടില്ല, ഒന്നുമില്ല, വളരെ സുഖത്തിന് പോവാം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഉറങ്ങിപ്പോയിട്ട് അതെപ്പോ ട്രാവൽ ചെയ്താൽ. ലോറിയൊക്കെ അവരുടെ ആ ഒരു ട്രാക്ക് പിടിച്ച ഒരു സമാധാനത്തോടെ പോയിക്കോളും. നമ്മളായിട്ട് അങ്ങോട്ട് ഇതാക്കാണ്ടിരുന്നത്. നമുക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട്. നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഞാനിപ്പോ ആക്ച്വലി ഗോവക്ക് ഒരു 200 കിലോമീറ്ററിന് ഉള്ളിലാണ്. അതായത് 200 കിലോമീറ്ററിന് താഴെയുള്ള ഗോവക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതായത് വേറൊരു ഫീൽ. ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയല്ലോ, ഫുള്ളി ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയതുപോലെ. നല്ല തണുപ്പും നല്ലൊരു മൊത്തത്തിലൊരു തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഇതല്ല. നമ്മൾ മൂന്നാറൊക്കെ പോകില്ലേ, ആ രീതിക്കുള്ളൊരു തണുപ്പ്.
കിട്ടില്ല, എന്താ പറയാ, കിട്ടില്ല ഒരു അടിപൊളി ഒരു ഇത്.